ഹായ് ഫ്രണ്ട്സ്, ഗിൽഡ സ്റ്റുഡിയോയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ എനിക്ക് അമേരിക്കയിൽ നിന്ന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അവർ പറഞ്ഞത് 3 ഔട്ട്ഫിറ്റാണ്. ഒരു സാരി ബ്ലൗസ്, ഒരു കഫ്താൻ, ഒരു ലെഹങ്ക. ഇത് 3 ഓണത്തിന് വേണ്ടിയിട്ടാണ്. അത് 10-ാം തീയതി അവർക്ക് കൊറിയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്നോട് അവർ ഒരാഴ്ച 6 ദിവസത്തിൽ അത് കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞത്. ഓണത്തിൻ്റെ മന്ത് കാരണം, ഓഗസ്റ്റ് ആയത് കാരണം ഓൾറെഡി ഇവിടെ എനിക്ക് കുറേ ഓണം ഔട്ട്ഫിറ്റ് നാട്ടിൽ കൊടുക്കാനുണ്ട്. അതിൻ്റെ തിരക്കിൽ വീട്ടുകാര്യങ്ങളും നോക്കിയിട്ട് ഈ 3 ഔട്ട്ഫിറ്റ് എങ്ങനെ 6 ദിവസത്തിൽ കൊടുക്കുമെന്ന് എനിക്കറിയില്ല. ഓൾറെഡി ഇന്ന് തന്നെ തീയതി 3 കഴിഞ്ഞു. അപ്പോൾ ഇന്ന് 4-ാം തീയതി രാവിലെയാണ്. അപ്പോൾ നമുക്ക് കൊടുക്കേണ്ടത് 9-ാം തീയതി രാവിലെ കൊടുക്കണം. നമ്മൾ കഫ്താൻ ചെയ്യുന്നത് ഈ മെറ്റീരിയലാണ്. ഇതിന് ലൈനിങ് വേറെ സെപ്പറേറ്റ് കോട്ടൺ ഉണ്ട്. നമുക്ക് ലെഹങ്കയ്ക്ക് ഇതാണ്. താഴെ ബോർഡറുള്ള ഒരു സോഫ്റ്റ് ഓർഗാൻസ മെറ്റീരിയലാണ്. ഇതും വളരെ സോഫ്റ്റ് ആയത് കാരണം ഇതിന് ലൈനിങ് കോട്ടൺ ലൈനിങ് തന്നെയാണ് ഇതിന് കൊടുക്കുന്നത്. ഇത് തന്നെയാണ്, ഈ മെറ്റീരിയൽ തന്നെയാണ് സ്കേർട്ടും ബ്ലൗസും ഷോളും എല്ലാം സെയിം ഒരുപോലെയാണ്. സാരി ബ്ലൗസ് സാധാ ഒരു കോട്ടൺ സാരിയുടെ ഒരു ബ്ലൗസാണ്. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ നമ്മൾ കഫ്താനാണ് ചെയ്യാൻ പോകുന്നത്. കഫ്താനിലെല്ലാം അളവുകൾ, മെയിൻ ക്ലോത്തിൽ അളവുകൾ ഡിസൈൻ വരച്ച് വെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഫ്താൻ ലൈനിങ് സെപ്പറേറ്റ് ആണ് കൊടുക്കുന്നത്. ഒരു എലൈൻ പോലെ ഒരു പെറ്റിക്കോട്ട് പോലെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇതും വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഇന്ന് തയ്ച്ച് ഇത് പൂർത്തിയാക്കാം. കഫ്താനും കഫ്താൻ്റെ ഇന്നറിൻ്റെയും വർക്ക് കഴിഞ്ഞു. ഇപ്പം നമ്മൾ ലെഹങ്കയുടെ വർക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊടുക്കേണ്ട ഡേ ഇപ്പം തന്നെ രാത്രി 11 മണിയായി, തീർന്നിട്ടില്ല. നാളെ എല്ലാം കൊടുക്കേണ്ടതാണ്. നാളെ ഉച്ചയ്ക്ക് അവർ വരും. അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങാതിരുന്ന് തയ്ക്കുന്നത്. അതെ, അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഗോള് പൂർത്തിയാക്കിയിരിക്കുന്നു. നമ്മൾ വിദേശത്ത് അയക്കാനുള്ള ഡ്രസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് തീയതി 8ആണ്. നാളെയാണ് അവർക്ക് കൊടുക്കേണ്ട ദിവസം. പക്ഷെ ഒരു ദിവസത്തിന് മുമ്പേ ഞാനത് പൂർത്തിയാക്കി. ഒന്നൊന്നായിട്ട് കാണാം. ഇതൊരു കഫ്താനാണ്. ഇതാണ് അവർ ഫസ്റ്റ് നമ്മൾ ചെയ്തത്. നല്ല ഡിസൈനൊക്കെ ഉള്ള കഫ്താനാണ്. ഇത് ഫുൾ സൈസാണ്, ഫുള്ളായിട്ടുള്ള കഫ്താനാണ്. എൻഡ് വരെ ഉള്ള കഫ്താനാണിത്. എങ്ങനെയുണ്ട്? ഇതാണ് ഇത്. ഈ കഫ്താൻ്റെ കൂടെ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല. അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇന്നറും കൂടെ ഉണ്ട്. അതൊരു എലൈൻ കുർത്തി പോലെയാണ് ചെയ്തിരിക്കുന്നത്. കോട്ടൺ മെറ്റീരിയൽ, ലൈനിങ് മെറ്റീരിയലാണ്. ഇത് ഇന്നറാണ്, കഫ്താൻ്റെ ഉള്ളിലിടാനുള്ള ഇന്നറാണിത്. ഇതാണ് ഒരു സെറ്റ്. ഇത് നമ്മുടെ ലെഹങ്കയുടെ സ്കേർട്ടാണ്. അടിയിൽ ലൈനിങ്ങും കൂടെ കൊടുത്തിട്ടുള്ള ഒരു സ്കേർട്ടാണ്. ലൈനിങ് ഇതിൻ്റെ അടിയിലുണ്ട്, അതും കൂടെ ചേർത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ സ്കേർട്ട്. നമ്മളിതിൽ ബുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റിപ്പൊക്കെ കൊടുത്ത് പട്ടയും വെച്ചിട്ടുണ്ട്. താഴെ ബോർഡറും കൂടെ വരുന്ന സ്കേർട്ടാണിത്, ലെഹങ്കയുടെ കൂടെ ഉള്ള സ്കേർട്ട്. ഇതാണ് ലെഹങ്കയ്ക്ക് വരുന്ന ബ്ലൗസ്. ഇവിടെ ഇത് ഇങ്ങനത്തെ സ്റ്റാർ നെക്കും വെച്ചിട്ട് ചെറിയൊരു കുഞ്ഞ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ കീ ഹോൾ പോലത്തെ മോഡലാണ്. ഇതിപ്പോൾ ട്രെൻഡിങ് ആയി വന്നിരിക്കുന്ന മോഡലാണിത്. മേലൊരു ബട്ടൺസ് കൊടുത്തിട്ട് താഴെ ഹുക്കാണ് കൊടുത്തിരിക്കുന്നത്. പ്രിൻസസ് കട്ടിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പ്രിൻസസ് കട്ടിൻ്റെ ഇതാണ്, പാഡൊന്നും വെച്ചിട്ടില്ല. പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. ഇതിൻ്റെ ലെഹങ്കയുടെ കൂടെ ഉള്ള ബ്ലൗസാണിത്. ഇതാണ് ഷോള്. ഷോളിന് ഈ 3 സൈഡും അതിലുള്ള വീതി കുറഞ്ഞ ബോർഡർ വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് അവർക്ക് ലേസ് വെക്കണമെന്ന് പറഞ്ഞ് അവർ വാങ്ങിത്തന്ന ലേസാണ്. ഇത് ഒരു സൈഡ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇടാനാണ് ഷോള് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു സൈഡ് അതിൽ വന്നിട്ടുള്ളത് തന്നെയാണ് എൻഡിലും കൊടുത്തിരിക്കുന്നത്. ഈ അറ്റത്ത് മാത്രമാണ് അവർ വാങ്ങിത്തന്ന ലേസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഷോള്. സാരി ബ്ലൗസും അങ്ങനെ തീർന്നിട്ടുണ്ട്. സാരി ബ്ലൗസും ഒരുപോലെ ഇതാണ്. ബാക്കിൽ ഹോളുള്ള കഴുത്തും ഫ്രണ്ടിൽ സാധാ കഴുത്തും
ആണ് വെച്ചേക്കുന്നത്, സ്ക്വയർ കഴുത്താണ് വെച്ചേക്കുന്നത്. പഫ് സ്ലീവാണ് കൊടുത്തേക്കുന്നത്. ബോർഡർ കയ്യിലും കൊടുത്തിട്ടുണ്ട്, ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് സാരി ബ്ലൗസ്. അങ്ങനെ നമ്മുടെ ഗോള് നമ്മൾ തീർത്തിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.